എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 26-ാമത് വചനം. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടം ആകുന്നു. ഈ വാക്യം ഓർപ്പിക്കുന്നത് പരമാർത്ഥതയോടെ, സത്യസന്ധതയോടെ, നിഷ്പക്ഷമായ ചിന്തയോടുകൂടി മുൻപോട്ട് പോകുന്ന അനവധി ആളുകളെ ചതിയിലൂടെയും വഞ്ചനകളിലൂടെയും തകർത്ത് കളഞ്ഞതായ ചരിത്രം നമുക്ക് ഈ ലോകത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയുന്നതാണ്. വിശുദ്ധ ബൈബിൾ ഈ വിഷയത്തെ സംബന്ധിച്ചും കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നാം പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കതയുള്ളവരുമായി ജീവിക്കുന്നെങ്കിൽ മാത്രമേ നാം വഞ്ചിക്കപ്പെട്ടു പോകാതെ, ചതിക്കപ്പെട്ടു പോകാതെ, തകർന്നു പോകാതെ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ആഴമായ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ജീവിതത്തിനകത്ത് വല്ലാത്ത ചില പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടി വന്ന കാലം ശിംശോൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വേദനകൾ മാത്രം ഹൃദയത്തിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്നതായ ശിംശോന് മുമ്പിൽ കണ്ട ആശ്വാസവാക്കുകളുടെ മുൻപിൽ യാഥാർത്ഥ്യമായി തന്നെ സ്നേഹിക്കുന്നുവെന്ന് കരുതി അവിടേക്ക് സാവകാശമായി താൻ കടന്നു ചെന്നത് തൻ്റെ വലിയ ചതിയിലേക്ക് തന്നെ കൊണ്ടെത്തിപ്പാനിടയായിത്തീർന്നു എന്നുള്ളതാണ്. വിശ്വസിച്ചവൾ പൂർണ്ണമായി ശിംശോനെ ചതിക്കുകയും ശത്രുരാജ്യത്തിന് തന്നെ കൈമാറുകയും ചെയ്യുകയാണ്. തൻ്റെ ദൈവശക്തി നഷ്ടപ്പെട്ടു, തൻ്റെ കണ്ണുകൾ പൊട്ടിക്കപ്പെട്ടു, താൻ ശത്രുപാളയത്തിനകത്ത് ബന്ധനസ്ഥനായി നിൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായത് യഥാർത്ഥത്തിൽ ഒരു വലിയ ചതിയുടെ ചരിത്രമായിട്ടാണ് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അവിടെ ഒരു ചരിത്ര സംഭവമുണ്ട്. അബ്നേർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ജീവിതത്തിനകത്ത് രക്ഷപ്പെടുവാൻ വേണ്ടി ഹെബ്രോനിലേക്ക് കടന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം. തന്നെ ഹെബ്രോനിൽ കൊണ്ടുപോയി ആക്കിയ ആളുകൾ സൂക്ഷ്മതയുള്ളവനായി സുരക്ഷിതത്വത്തോടുകൂടി ഹെബ്രോന് പുറത്തേക്ക് പോകാതെ കണ്ട് അവിടെ തന്നെ നീ സുരക്ഷിതനായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ തൻ്റെ അരികിലേക്ക് കടന്നു വന്ന് സ്നേഹ വാക്കുകളോടുകൂടി തന്നെ സമീപിച്ചതായ ആ വ്യക്തിയെ കണ്ടിട്ട് തൻ്റെ വാക്കുകൾ കേട്ടിട്ട് കടന്ന് അബ്നേർ ആ മനുഷ്യനെ വിശ്വസിക്കുവാനിടയായി തന്നോടുകൂടെ സംസാരിച്ചുകൊണ്ട് ഹെബ്രോനിൽ നടന്നു. എങ്കിലും ഹെബ്രോൻ്റെ പടിവാതിലിന് പുറത്തേക്ക് വളരെ തന്ത്രപരമായി അബ്നേറിനെ കൊണ്ടുപോകുവാനിടയായി തന്നോട് സംസാരിക്കുന്നവനിൽ പൂർണ്ണമായ വിശ്വാസം ഉറപ്പിച്ച് നടന്നു നീങ്ങിയ അബ്നേറിന് എന്താണ് സംഭവിക്കപ്പെട്ടതെന്ന് ആ അധ്യായം ഓർമ്മപ്പെടുത്തുന്നത്, ഹെബ്രോൻ്റെ പുറത്തേക്ക് താൻ ഇറങ്ങിയപ്പോൾ തന്നെ വയറ്റത്ത് കത്തി കൊണ്ട് കുത്തി തന്നെ കൊന്നുകളയുവാൻ ഇടയായിത്തീർന്നു. അബ്നേർ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ മനുഷ്യൻ്റെ ജീവിതം എന്നേക്കുമായി തകർന്നു തരിപ്പണമായി പോയതിൻ്റെ പിന്നിലെ ചരിത്രമെന്ന് പറയുന്നത് ഒരു വലിയ ചതിയായിരുന്നു. തന്നെ കൊന്നുകളയുവാൻ വേണ്ടിയാണ് തൻ്റെ അരികത്തേക്ക് വന്നതെന്ന് തനിക്ക് മനസ്സിലാകാതെ സുകാര്യം പറയുന്ന സ്നേഹസല്ലാപങ്ങൾ നടത്തപ്പെടുന്ന ആളിനോടുകൂടെ നടന്നു നീങ്ങിയത് അബ്നേറിൻ്റെ ജീവിതത്തിലെ എന്നേക്കുമായുള്ള തകർച്ചയുടെ ചരിത്രമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ശിംശോന് സംഭവിക്കപ്പെട്ടതുപോലെ, അബ്നേറിന് സംഭവിക്കപ്പെട്ടതുപോലെ വലിയ ഒരു പരാജയം സംഭവിക്കപ്പെടാതിരിക്കേണ്ടതിന്, വലിയ തകർച്ചകൾ ജീവിതത്തിൽ സംഭവിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം വളരെ ബുദ്ധിയോടുകൂടി നാം പാമ്പിനെ പോലെ ബുദ്ധിയോടുകൂടി ചതികളിൽ അകപ്പെട്ടു പോകാതെ ഓരോ ദിവസങ്ങളും
നാം നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ചതിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും വളരെ ബുദ്ധിയോടും കൂടി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടത്, ഞങ്ങൾ ചതിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, ഞങ്ങൾ ചതിയുടെ ഭാഗമായി തകർന്നു പോകാതിരിക്കേണ്ടതിന് ബുദ്ധിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവാത്മബോധത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.